നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി വല്ല പുള്ളിപ്പുലിയാണോ? അയ്യോ, പുള്ളിപ്പുലിയാണെങ്കിൽ സൂക്ഷിക്കണം, അത് അറ്റാക്ക് ചെയ്യും. നമുക്ക് ഫോറസ്റ്റ് ഇൻഫോം ചെയ്താലോ? നിങ്ങളൊന്നും മിണ്ടാതിരിക്കും. നമ്മുടെ വണ്ടി കയറി ജീവി ഏതാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കിരണേ, സൂക്ഷിക്കണേ. നീയോ? അമ്പിളി, എന്താ മാഡം? ഗേറ്റ് ലോക്ക് ചെയ്തില്ലേ? മണി 9 കഴിഞ്ഞല്ലോ. അത് പിന്നെ ആ 5 പെൺകുട്ടികൾ പുറത്തു പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നില്ല. 9 മണി കഴിഞ്ഞാൽ ഇവിടെ കേറ്റില്ലെന്ന് ആ പിള്ളേരോട് ഞാൻ പറഞ്ഞതാണല്ലോ. ഇവിടെ താമസം തുടങ്ങിയപ്പോ തന്നെ 5 എണ്ണവും തോന്നിയതുപോലെ നടക്കാൻ തുടങ്ങിയല്ലേ. മേഡം അവരൊന്ന് വിളിച്ചു നോക്കാവോ? ഉടനെ എത്തുമെന്നറിയാലോ. അങ്ങനെ ഒരു പതിവ് ഈ ഹോസ്റ്റലിൽ ഇല്ല. 9 മണിക്ക് ശേഷം ആര് വന്നാലും ഗേറ്റിന് പുറത്ത് നിന്നാ മതി. അവരെ അകത്ത് കേറ്റണ്ട. നീ ഗേറ്റ് ലോക്ക് ചെയ്തേക്ക്. ശരി മാഡം. ചോദിച്ചോണ്ടാ നീ ഞങ്ങളുടെ വണ്ടി കയറി? നീ എങ്ങനെ ഞങ്ങളുടെ വണ്ടി കയറി? നിന്നോടാ ചോദിച്ചു. ഞങ്ങളുടെ വണ്ടിയിൽ എപ്പ കേറി? അത് റെസ്റ്റോറന്റിൽ വെച്ച് തന്നെ ഞാൻ നിങ്ങളുടെ വണ്ടി കയറി വിളിച്ചതാ. വേറെ എങ്ങോട്ട് ഓടിപ്പോയാലും പോലീസിനെ പിടിക്കുമെന്ന് തോന്നിയതുകൊണ്ടാ ഞാൻ നിങ്ങളുടെ വണ്ടി തന്നെ കയറിയത്. അതിന് ഇങ്ങനെ ചെയ്യും മുമ്പ് ഒരു വാക്ക് നിനക്ക് ഞങ്ങളോടൊന്ന് ചോദിച്ചൂടായിരുന്നോ? ആ സമയത്ത് നിങ്ങളുടെ അനുവാദം ചോദിച്ചാ നിങ്ങൾ എന്നെ വണ്ടി കയറ്റിയില്ലെങ്കിലോ? ഈശ്വര, ഇത്രയും നേരം ഒരു ആക്ഷൻ ബോംബിനെയും കൊണ്ടാണല്ലോ നമ്മൾ നടന്നത്. നിന്നെ പോലീസും പാർട്ടി ഗുണ്ടകളും ഒക്കെ അന്വേഷിച്ച് നടക്കുക. ആ കാര്യമല്ലോ നിനക്കറിയോ? അവരെന്നെ കൊല്ലൂ. നിന്നെ കൊല്ലുന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. പക്ഷെ നിന്നെ അവരുടെ കൈ കിട്ടിയ ഇടിച്ച് ചമ്മന്തി പറ്റുമോ അറിയോ? കുഴപ്പമായല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യും? അതെ, നീ എന്തിനാ അയാളെ അറ്റാക്ക് ചെയ്യാൻ പോയത്? അത് പിന്നെ നിങ്ങൾ അയാളെ ശല്യപ്പെടുത്തുന്ന കണ്ടപ്പോ എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. നമ്മള് ഫ്രണ്ട്സ് അല്ലേ, അതുകൊണ്ടല്ലേ ഞാൻ അറ്റാക്ക് ചെയ്തത്. ഞങ്ങള് നീയും തമ്മി ഫ്രണ്ട്സ് ആണെന്നേ നീ പുറത്ത് വേറെ ആരോടും പറഞ്ഞേക്കല്ലേ. ഞങ്ങളുടെ ഭാവി പോവും. ഇല്ല, ഞാൻ ആരോടും പറയില്ല. അല്ലെങ്കിൽ തന്നെ ആരോട് പറയാനാ? എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്ന സാഹചര്യം അല്ലല്ലോ. പോലീസിന്റെ നോട്ടപ്പുള്ളിയ ഇവനുമായി നമ്മൾ ഇവിടെ സംസാരിക്കുന്ന ആരെങ്കിലും കണ്ട നമ്മുടെ കാര്യം കട്ടപ്പോകയാ. അതൊരു പ്രശ്നമാണല്ലോ അല്ലേ? എടാ, നീ താമസിക്കുന്ന സ്ഥലം എവിടെയാ? ഞങ്ങൾ നിന്നെ അവിടെ കൊണ്ടുവിടാം. ആരവ്, നിന്നോടല്ലേ ചോദിച്ചത്? നിന്റെ വീട് എവിടെയാ? അവിടെ എത്താനായിട്ട് നിന്നെ ഞങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്യാം. അത് താമസിക്കുന്ന സ്ഥലം. അതെന്താ, നിനക്ക് താമസിക്കാൻ സ്ഥലമൊന്നുമില്ലേ? ഉണ്ട്, പക്ഷെ അത് കുറച്ച് ദൂരെ പോണം. അതൊന്നും സാരമില്ല, നിന്നെ ഞങ്ങൾ കൊണ്ടുവിടാം. ഈ വണ്ടി കയറി. അത് പിന്നെ നിന്ന് കഥകളി കളിക്കാതെ ഒന്ന് പെട്ടെന്ന് കേറും. ആരെങ്കിലും കാണുന്നതിന് മുൻപ് കേറും. അല്ല, ഞാൻ കാരണം നിങ്ങൾക്ക് പ്രശ്നമാവോ? നിന്നെ വീട്ടിലെത്തിക്കുന്നവരെയുള്ള പ്രശ്നം ഞങ്ങൾ നോക്കിക്കോളാം. നീ ആ റൂട്ട് ഒന്ന് പറഞ്ഞു തന്നാ മതി. ഒന്ന് വണ്ടി കയറാൻ. അടയ്ക്കടയ്ക്ക്
ഇവിടെ വെച്ചാ സാർ അടി നടന്നത്. ഇവിടെ വന്നിട്ട് എത്ര നാളായി? ഞാൻ വന്നിട്ട് 2 വർഷമായി സാർ. താനല്ല, ആരവ്. അവൻ വന്നിട്ട് 2 മാസം ആയുള്ളൂ സാർ. അല്ല, അവനെ തനിക്ക് എങ്ങനെയാ പരിചയം? ഒരു പാവം പയ്യനാ സാർ. ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്ന ആളല്ല. എന്നിട്ടാണോ ആ മിനിസ്റ്ററുടെ മകന്റെ തല അടിച്ചു പൊടിച്ചത്? അയാൾ ഐസിയുല. ഏത് സമയത്ത് എന്ത് സംഭവിക്കാം? ആള് തീർന്നു പോയ കൊലക്കുറ്റ. എനിക്കിതിൽ പങ്കില്ല സാർ. അവന്റെ വീട്ടിലെ കഷ്ടപ്പാട് പറഞ്ഞപ്പോ ഒരു ജോലി കൊടുത്തതാ. അതിങ്ങനെയാവുമെന്ന് കരുതിയില്ല. അവന്റെ ID പ്രൂഫ് ഉണ്ടോ കയ്യില്? ആ ഉണ്ട് സാർ. അതാ സാർ. അപ്പോ ഇവനാണല്ലേ? അതെ സാർ. ഇവിടെ എല്ലായിടത്തും ക്യാമറ ഉണ്ടല്ലോ. ഇന്നത്തെ ഫുൾ CCTV ഫുട്ടേജ് എനിക്ക് കിട്ടണം. സോറി സാർ, ഇടിമിന്നലേറ്റ് CCTVയുടെ സെൻട്രൽ യൂണിറ്റ് അടിച്ചു പോയിരിക്കുക. സെൻട്രൽ യൂണിറ്റ് തന്നെ അടിച്ചു പോയല്ലേ? അതെ സാർ, ഒരാഴ്ചയായി കംപ്ലൈന്റ് ചെയ്തിട്ട് ഇതുവരെ ഒരു ടെക്നീഷ്യനെയും കിട്ടിയില്ല. CCTV താൻ എന്തിനാണോ ഈ റെസ്റ്റോറന്റ് നടത്തുന്നത്? CCTV പ്രവർത്തിച്ചാൽ തന്റെ കട ഞാൻ പൂടിക്കും. താനൊക്കെയാണോ പോലീസിന് പണിയുണ്ടാക്കി വെക്കുന്നത്? ഞാൻ വിളിപ്പിക്കും തന്നെ, അങ്ങ് വന്നേക്കണം. എന്താ പടോ ദൈവമേ, കൊലക്കുറ്റത്തിന് സാക്ഷി പറയേണ്ടി വരുമോ? എന്റെ കണ്ടകശരിക്കാണല്ലോ ആ ചെക്കനെ പണിക്കെടുത്തത്. അതെ, നീ റൂട്ട് പറ. ഇനി എങ്ങോട്ടാ പോണ്ടത്? ആ ദേ, അവിടെ 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 നിർത്തിയാൽ മതി. അവിടെ അവിടെ ഇവിടെ എവിടെയാ നീ താമസിക്കുന്ന സ്ഥലം? ദേ, ഈ കാണുന്ന വഴിയിലൂടെ കുറച്ചങ്ങോട്ട് പോണം. അവിടെയാണ് നിന്റെ വീട്? ആ അതെ, അവിടെ ഒരു വീട്ടിലാണ് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നത്. അങ്ങോട്ട് ഈ വണ്ടി പോവില്ല. ആ, എന്നാ അവനെ ഇറക്കി വിട്. നീ വേഗം വീട്ടിൽ കയറി ഒളിച്ചോ. ശരി, വളരെ നന്ദി. ഞാൻ പോട്ടെ. ഗുഡ് നൈറ്റ്. ഓ ബൈ. പാവത്തിന് നല്ല പേടിയുണ്ട്. കിരണേ, ഒരു മിനിറ്റ്. അവൻ വീട്ടില് സേഫായിട്ട് എത്തുമോ? വീട്ടിൽ കയറി പോലീസ് അവനെ പിടിച്ചോണ്ട് പോയില്ലെന്ന് എന്താ ഉറപ്പ്? നമ്മളിപ്പോ എന്ത് ചെയ്യാനാ? അവനെ കൊണ്ടുനടക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. പറ്റോ? അവൻ താമസിക്കുന്ന സ്ഥലം പോലീസ് അറിയാതിരിക്കുവോ? പോലീസ് അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇക്കാര്യം നമ്മൾ ചർച്ച ചെയ്തതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. നമ്മൾ അവനെ വീട്ടിലെത്തിച്ചു. ഇനി അവൻ അവന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. അതെ അതെ, നീ വണ്ടി എടുക്കുമ്പോ പോവാം.